ഹലോ സ്റ്റുഡൻസ്, വെൽക്കം ടു ഫ്യൂച്ചർ പ്ലസ് അക്കാഡമി. സോ നിങ്ങളെ പ്രിപ്പറേഷൻ ഒക്കെ നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് പോകുന്നു എന്ന് കരുതുന്നു. സോ നമ്മൾ ആദ്യം ചാപ്റ്റർ വൈസ് ആയിട്ടുള്ള ഡിസ്കഷൻ ചെയ്തു, പിന്നീട് ക്വസ്റ്റ്യൻ സീരീസിലേക്ക് കടന്നു. നമ്മൾ ആദ്യം ലോങ് ആൻസർ ടൈപ്പ്, ഷോർട്ട് ആൻസർ ക്വസ്റ്റ്യൻസ്, പിന്നെ വൺ വേർഡ് ക്വസ്റ്റ്യൻസ് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. ഇപ്പോൾ നമ്മൾ വന്നിട്ടുള്ളത് 3 മാർക്കിന്റെയും 5 മാർക്കിന്റെയും ക്വസ്റ്റ്യൻസിന്റെ അതിന്റെ മോഡലുമായിട്ടാണ് നമ്മൾ വന്നത്. ഓക്കെ, എങ്ങനെയാണ് ഇത് നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് ചോദിക്കാന്നുള്ളതാണ് നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. സോ കുറച്ച് ക്വസ്റ്റ്യൻസ്, ഒരുപാട് ക്വസ്റ്റ്യൻസും ഇല്ല, കുറച്ച് ക്വസ്റ്റ്യൻസ് ചുരുങ്ങിയ സമയം കൊണ്ട് നിങ്ങളെ മുമ്പിൽ എത്തിക്കുക എന്നുള്ള ഒരൊറ്റ ലക്ഷ്യത്തോടു കൂടിയാണ് നമ്മൾ വന്നിട്ടുള്ളത്. സോ നമുക്ക് പെട്ടെന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യാം. സോ ആദ്യത്തെ പ്രോബ്ലം നോക്കിയാൽ നിങ്ങൾ റൈറ്റ് എനി 4 ക്യാരക്ടറിസ്റ്റിക്സ് പ്രോപ്പർട്ടീസ് ഓഫ് ട്രാൻസിഷൻ എലമെന്റ്സ്. ഓക്കെ, സോ ട്രാൻസിഷൻ എലമെന്റ്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ പീരിയോഡിക് ടേബിളിൽ നമ്മൾ ഒരുപാട് ഗ്രൂപ്പുകളായി പഠിച്ചിരുന്നു. ഓക്കെ, പിന്നീട് നമ്മൾ എലമെന്റ്സ്, ഓരോരോ എലമെന്റ്സ് ആയിട്ട് പറഞ്ഞു. റെപ്രസെന്റേറ്റീവ് എലമെന്റ്, ട്രാൻസിഷൻ എലമെന്റ്സ്, ഇന്നർ ട്രാൻസിഷൻ എലമെന്റ്സ്, ഇങ്ങനെ പറഞ്ഞിരുന്നു. എന്തായിരുന്നു ട്രാൻസിഷൻ എലമെന്റ്സ്? ഡി ബ്ലോക്ക് എലമെന്റ്സ് ഉള്ള ആളുകളായിരുന്നു നമ്മൾ ട്രാൻസിഷൻ എലമെന്റ്സ് എന്ന് വിളിച്ചത്. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് ഈ ഒരു ക്വസ്റ്റ്യൻ എവിടെ നിന്നായിരിക്കും വന്നതെന്ന് നിങ്ങൾക്ക് പറയാൻ പറ്റും, പ്രെഡിക്ട് ചെയ്യാൻ പറ്റും. ഏത് ചാപ്റ്ററിനാണ് വന്നത്? യെസ്, DF എന്ന് പറഞ്ഞ ചാപ്റ്ററിനാണ്. ഓക്കെ, സോ ഇവിടെ നോക്കിയാൽ ഞാൻ ഇവിടെ പീരിയോഡിക് ടേബിളിൽ ഒരു പക്ഷേ ട്രാൻസിഷൻ എലമെന്റ് ആദ്യമായിട്ട് കേൾക്കുന്ന ഒരാളാണെങ്കിൽ കൂടിയും ഇവിടെ ഞാൻ കൊടുത്തിട്ടുണ്ട്. നോക്കിയാൽ നിങ്ങൾ ഇതാണല്ലോ നമ്മളെ പീരിയോഡിക് ടേബിൾ, നമ്മളെ മോഡേൺ പീരിയോഡിക് ടേബിൾ ആണ് നമ്മൾ ഇവിടെ കാണിച്ചിട്ടുള്ളത്. ഓക്കെ, സോ ഈ മോഡേൺ പീരിയോഡിക് ടേബിളിൽ ഇവിടെ ഞാൻ ഈ ഒരു സർക്കിൾ ചെയ്ത ഭാഗമാണ് നമ്മുടെ ട്രാൻസിഷൻ എലമെന്റ്സ് എന്ന് പറഞ്ഞു. ഈ ട്രാൻസിഷൻ എലമെന്റ്സിന് നമ്മൾ ട്രാൻസിഷൻ മെറ്റൽസ് എന്നും പറയും. കാരണം എന്താ, ഈ ഒരു ഗ്രൂപ്പിലുള്ള ആളുകൾ ഭൂരിഭാഗവും മെറ്റൽസ് ആണ്, ലോഹങ്ങളാണ്. ഓക്കെ, അപ്പൊ ഇത് എപ്പോഴും ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻസ് ആണ്. നിങ്ങൾ പ്രീവിയസ് ഇയർ പേപ്പേഴ്സ് ഒക്കെ ചെക്ക് ചെയ്യുകയാണെങ്കിൽ ഒരുപാട് ക്വസ്റ്റ്യൻസ് ഇതേ മോഡലിൽ ഒരുപാട് ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. ഓക്കെ, സോ ഞാൻ ഹിന്റ് ആയിട്ടാണ് ഇവിടെ കൊടുത്തിട്ടുള്ള ആൻസേഴ്സ്. നിങ്ങൾക്ക് അത് എന്ത് ചെയ്യാം, ഒരു essay മോഡലാക്കി എഴുതാം. ഓക്കെ, സോ റൈറ്റ് എനി 4 ക്യാരക്ടറിസ്റ്റിക്സ് പ്രോപ്പർട്ടീസ് ഓഫ് ട്രാൻസിഷൻ എലമെന്റ് എന്ന് പറഞ്ഞു. ഏതെങ്കിലും 4 ജനറൽ ആയിട്ടുള്ള കുറച്ച് സ്വഭാവങ്ങൾ, ഈ ട്രാൻസിഷൻ എലമെന്റ്സിന്റെ സ്വഭാവങ്ങൾ പറയാനാ പറഞ്ഞു. അപ്പൊ ഞാൻ ആദ്യം നിങ്ങളോട് പറഞ്ഞു, ട്രാൻസിഷൻ എലമെന്റ്സിന് നമ്മൾ വേറൊരു പേര് വിളിക്കും. എന്തായിരുന്നു? ട്രാൻസിഷൻ മെറ്റൽസ് എന്ന് വിളിക്കുന്നു പറഞ്ഞു. സോ നമുക്ക് ആദ്യത്തെ പോയിന്റ് ആക്കി എഴുതിക്കൂടെ, ഇവന്മാര് ലോഹങ്ങളാണെന്ന് പറഞ്ഞൂടെ. ഈ ഗ്രൂപ്പിലുള്ള ആളുകൾ, മെജോറിറ്റി ഓഫ് ആളുകളും എന്താണ്? മെറ്റൽസ് ആണ്. അല്ലെങ്കിൽ മുഴുവൻ ആളുകളും എന്താണ്? മെറ്റൽസ് ആണ്, ലോഹങ്ങളാണ്. അപ്പൊ ആദ്യത്തെ പോയിന്റ് അത് എഴുതിക്കൂടെ നിങ്ങൾക്ക്? ഓക്കെ, പിന്നെ രണ്ടാമത്തെ പോയിന്റ് ആയിട്ട് നിങ്ങൾക്ക് എഴുതാം, ദേ ഷോ വേരിയബിൾ ഓക്സിഡേഷൻ സ്റ്റേറ്റ്. ഓക്സിഡേഷൻ സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? നമ്മൾ പറഞ്ഞു, ഇലക്ട്രോണുകളെ വിട്ടുകൊടുക്കുമ്പോൾ നമ്മൾ അതിന് പ്ലസ് ചാർജ് കൊടുക്കും, ഇലക്ട്രോണുകളെ വാങ്ങുമ്പോൾ നമ്മൾ അതിന് മൈനസ് ചാർജ് കൊടുക്കും. എത്ര ഇലക്ട്രോണുകളെ കൊടുക്കുന്നു അതിനനുസരിച്ച് നമ്മൾ മാഗ്നിറ്റ്യൂഡ് കൊടുക്കും. ഇപ്പൊ 2 ഇലക്ട്രോൺ നമ്മൾ വിട്ടുകൊടുത്താൽ +2 എന്ന് കൊടുക്കും, 2 ഇലക്ട്രോൺ വാങ്ങിയാൽ നമ്മൾ -2 എന്ന് കൊടുക്കും. ഓക്കെ, ഇപ്പൊ ഒന്നാമത്തെയും രണ്ടാമത്തെയും ഗ്രൂപ്പ് ഇവിടെ ഞാൻ കൊടുത്തിട്ടുള്ള ഈ 2 ആളുകൾ. ഇപ്പൊ ഞാൻ ഇതിലൂടെ ഉദ്ദേശിക്കുന്നത്, നമ്മൾ ഒരു ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ തന്നെ ഈ ഒരു ചാപ്റ്ററിന്റെ ഒരു വലിയൊരു ഐഡിയ നിങ്ങൾക്ക് കിട്ടും. ഓക്കെ ആണല്ലോ, ഒരൊറ്റ ക്വസ്റ്റ്യനിലൂടെ നിങ്ങൾ നല്ല രീതിയിൽ ശ്രദ്ധിക്കണം. ഈ 2 ഗ്രൂപ്പിലുള്ള ആളുകൾ, ഈ ഒന്നാമത്തെയും രണ്ടാമത്തെയും, ഇവിടെ ഞാൻ 1, 2, 3, 4 ഇതാണ് പീരിയോഡിക് ടേബിൾ. ഓക്കെ, അപ്പൊ 18 ഗ്രൂപ്പ് ഉണ്ട് പീരിയോഡിക് ടേബിളിൽ. അതിൽ ആദ്യത്തെ 2 ഗ്രൂപ്പ്, ഓക്കെ, ഈ 2 ഗ്രൂപ്പ് ആൽക്കലി മെറ്റൽസ്, ആൽക്കലി എർത്ത് മെറ്റൽസ്. ഇപ്പൊ ഞാൻ സർക്കിൾ ചെയ്ത് ഈ 2 ആളുകളെയും കൂടി നമ്മൾ ഒന്നിച്ച് വിളിക്കുന്ന പേര് റെപ്രസെന്റേറ്റീവ് എലമെന്റ്സ്. ഇവന്മാരും അതിൽ പെടും, റെപ്രസെന്റേറ്റീവ് എലമെന്റ്. ഈ 2 റെപ്രസെന്റേറ്റീവ് എലമെന്റ്സിന്റെ ഇടയിൽ വരുന്ന ആളുകളാണ് ട്രാൻസിഷൻ മെറ്റൽസ്. ഓക്കെ ആണല്ലോ. ഇനി ഈ റെപ്രസെന്റേറ്റീവ് എലമെന്റ്സ്, ഒന്നാമത്തെ ആൽക്കലി മെറ്റൽസ്, ആൽക്കലി എർത്ത് മെറ്റൽസുകൾക്ക് അവർക്ക് സിമിലർ ആയിട്ടുള്ള എന്തായിരിക്കും? ഓക്സിഡേഷൻ സ്റ്റേറ്റ് ആയിരിക്കും. ഒന്നാമത്തെ ഗ്രൂപ്പിലുള്ള ആളുകൾക്ക് +1 ഓക്സിഡേഷൻ സ്റ്റേറ്റ് ആയിരിക്കും, രണ്ടാമത്തെ ഗ്രൂപ്പിലുള്ള ആളുകൾക്ക് +2 ഓക്സിഡേഷൻ സ്റ്റേറ്റ് ആയിരിക്കും. ഇങ്ങനെ തുടർന്ന് പോകും, +3, +4 അങ്ങനെ പോകും. ഓക്കെ, പക്ഷേ നമ്മൾ ട്രാൻസിഷൻ മെറ്റൽസിലേക്ക് വരുമ്പോൾ, ട്രാൻസിഷൻ മെറ്റൽ എന്ന് പറയുമ്പോൾ, ട്രാൻസിഷൻ എലമെന്റ്സിലേക്ക് വരുമ്പോൾ, അവിടെ ഒരേ ഓക്സിഡേഷൻ സ്റ്റേറ്റ് അല്ല ഗ്രൂപ്പിലുള്ളവർ കാണിക്കുക. അവർ വേരിയബിൾ ആയിട്ടുള്ള ഓക്സിഡേഷൻ സ്റ്റേറ്റ് കാണിക്കുക. ഇപ്പൊ +1 മുതൽ +7 വരെ കാണിക്കുന്നവരുണ്ട്. ഇപ്പൊ മാംഗനീസ് എന്ന് പറയുന്ന ആള് ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും, ഞാൻ ഇപ്പൊ സർക്കിൾ ചെയ്തത്. ഇയാൾ ഒരുപാട് ഓക്സിഡേഷൻ സ്റ്റേറ്റ് കാണിക്കും. വേരിയബിൾ ഓക്സിഡേഷൻ സ്റ്റേറ്റ്, ഏറ്റവും കൂടുതൽ ഓക്സിഡേഷൻ സ്റ്റേറ്റ് കാണിക്കുക, ഏറ്റവും ലാർജസ്റ്റ് കാണിക്കുക മാംഗനീസ്. ഓക്കെ ആണല്ലോ. അപ്പൊ അതൊക്കെ നിങ്ങൾ ആ ചാപ്റ്ററിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു. നോക്കാം നമുക്ക്. സോ
രണ്ടാമത്തെ പോയിന്റ് ആയിട്ട് നിങ്ങൾക്ക് എഴുതിക്കൂടെ ദേ ഷോ വേരിയബിൾ ഓക്സിഡേഷൻ സ്റ്റേറ്റ്. വേരിയബിൾ എന്ന് പറയുമ്പോൾ വെറൈറ്റി, വേരിയബിൾ എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ എന്താ വ്യത്യസ്ത രീതിയിലുള്ള ഓക്സിഡേഷൻ സ്റ്റേറ്റുകൾ കാണിക്കുന്നു. ഓക്കെ, അപ്പൊ 2 പോയിന്റ് കിട്ടി. അവരെന്താ ലോഹങ്ങളാകുന്നു, അവര് വേരിയബിൾ ഓക്സിഡേഷൻ സ്റ്റേറ്റ് കാണിക്കുന്നു. ഇനി ദേ ഫോം കളേർഡ് അയോൺസ്. നമ്മൾ എപ്പോഴും വേരിയബിൾ ഓക്സിഡേഷൻ സ്റ്റേറ്റ് പറയുന്ന സമയത്ത് നമ്മൾ പറയും വേരിയബിൾ ഓക്സിഡേഷൻ സ്റ്റേറ്റ് കാണിക്കാൻ പറ്റുന്നവർക്കൊക്കെ കളേർഡ് സ്റ്റേറ്റ് കാണിക്കാൻ പറ്റും. ഓക്കെ, അതായത് ബ്ലൂവിൽ നിന്ന് റെഡ് ആവാൻ പറ്റും, പിന്നെ റെഡിൽ നിന്ന് പർപ്പിൾ ആവാൻ പറ്റും, അങ്ങനെ കളർ കാണിക്കാൻ പറ്റും. ഓക്കെ, ഇപ്പം Cu2+ അതേ കളർ അല്ല Cu3+. അവിടെ കളർ വേരിയേഷൻ സംഭവിക്കുന്നുണ്ട്. ഓക്കെ, അതൊക്കെ നമുക്ക് പഠിക്കാം. പിന്നെ ദേ ആക്ട് ആസ് എ കാറ്റലിസ്റ്റ്. കാറ്റലിസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താ? നമ്മൾ പറഞ്ഞു ഒരു കെമിക്കൽ റിയാക്ഷന്റെ വേഗത കൂട്ടാൻ കഴിയുന്ന ആളുകളെയാണ്, അല്ലെങ്കിൽ കുറയ്ക്കാൻ കഴിയുന്ന ആളുകളെയാണ് നമ്മൾ കാറ്റലിസ്റ്റുകൾ എന്ന് പറയുന്നത്. സോ എ കാറ്റലിസ്റ്റ് ഇസ് സംതിങ് വിച്ച് ക്യാൻ ഇൻക്രീസ് ഓർ ഡിക്രീസ് ദ റേറ്റ് ഓഫ് എ കെമിക്കൽ റിയാക്ഷൻ. ഒരു കെമിക്കൽ റിയാക്ഷന്റെ വേഗത കൂട്ടാനോ കുറയ്ക്കാനോ കഴിവുള്ള ആളുകളെ കാറ്റലിസ്റ്റ്. അതിൽ ഏറ്റവും കൂടുതൽ കാറ്റലിസ്റ്റുകൾ നമ്മൾ ഉണ്ടാക്കുന്നത് ഇവിടുന്ന് ട്രാൻസിഷൻ എലമെന്റ്സ് എന്നാണ്. ഓക്കെ ആണല്ലോ? അപ്പൊ നിങ്ങൾക്ക് വേറൊരു പോയിന്റ് കിട്ടി, 4 പോയിന്റ് കിട്ടി. ഇനി 5ാമത്തെ പോയിന്റ് ദേ ആർ പാരാമാഗ്നറ്റിക്. പാരാമാഗ്നറ്റിക് ഉണ്ട്, ഡയാമാഗ്നറ്റിക് ഉണ്ട്. പാരാമാഗ്നറ്റിക് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? അൺപെയർഡ് ഇലക്ട്രോൺ ഉള്ള ആളുകളായിരിക്കും. ഓക്കെ, ഇപ്പൊ നമ്മൾ ഒരു ഓർബിറ്റൽ, ഇപ്പൊ ഡി ഓർബിറ്റൽ ഞാൻ ഇവിടെ വരച്ചാൽ ഡി ഓർബിറ്റൽ എത്ര ആളുണ്ട്? 1 2 3 4 5. ഓക്കെ, ഇവിടെ നോക്കിയേ ഇങ്ങനെ സ്പിൻ ഉണ്ടാവും. ഇതിലൊക്കെ ഫുള്ളി പെയർഡ് ആണെങ്കിൽ ഇവൻ എന്തായിരിക്കും? ഇവൻ ഡയാമാഗ്നറ്റിക് ആയിരിക്കും. ഡയാമാഗ്നറ്റിക് ആയിരിക്കും. ഓക്കെ, ഇനി ഒരു പക്ഷെ ഒരാള് കുറവുണ്ട്. ഓക്കെ, ഒരാള് കുറവുണ്ടെങ്കിൽ ഇവൻ അൺപെയർഡ് ആയിരിക്കും. ഇങ്ങനെ അൺപെയർഡ് ആയിട്ട് ഇലക്ട്രോൺസ് ഉണ്ടെങ്കിൽ അവരെന്തായിരിക്കും? പാരാമാഗ്നറ്റിക് ആയിരിക്കും. ഓക്കെ ആണല്ലോ? അപ്പൊ പാരാമാഗ്നറ്റിക് ഉണ്ട്, ഡയാമാഗ്നറ്റിക് ഉണ്ട്. ഡയാമാഗ്നറ്റിക് ആയിട്ടുള്ള ആളുകൾ റിപ്പൽഷൻ കാണിക്കും. ഓക്കെ, പാരാമാഗ്നറ്റിക് ഉള്ള ആളുകൾ വീക്കിലി അട്രാക്റ്റഡ് ആയിരിക്കും. ഓക്കെ, ഈ കാര്യങ്ങൾ നിങ്ങൾ ഓർത്തു വെക്കണം. ഓക്കെ, അപ്പൊ 5 കാര്യങ്ങൾ നിങ്ങൾക്ക് കിട്ടി. ദേ ആർ മെറ്റൽസ്, അവര് ലോഹങ്ങളാണ്. ദേ ഷോ വേരിയബിൾ ഓക്സിഡേഷൻ സ്റ്റേറ്റ്, അവർ വ്യത്യസ്ത രീതിയിലുള്ള ഓക്സിഡേഷൻ സ്റ്റേറ്റുകൾ കാണിക്കുന്നു. പിന്നെ 3ാമത്തെ എന്താ? ദേ ഷോ കളേർഡ് അയോൺസ്, അവര് കളർ കാണിക്കും റിയാക്ഷൻസിൽ. 4ാമത്തെ ദേ ആർ കാറ്റലിസ്റ്റ്. പിന്നെ 5ാമത്തെ ദേ ക്യാൻ ഷോ പാരാമാഗ്നറ്റിസം പ്രോപ്പർട്ടി കാണിക്കാൻ കഴിവുള്ള ആളുകളാണ് ആര്? ഈ ട്രാൻസിഷൻ എലമെന്റ്സ് അല്ലെങ്കിൽ ട്രാൻസിഷൻ മെറ്റൽസ് എന്ന് പറയുന്ന ആളുകൾ. ഓക്കെ ആണല്ലോ? ഓക്കെ ആണെന്ന് കരുതുന്നു. അങ്ങനെയാണ് നമുക്ക് പെട്ടെന്ന് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോകാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താ നോക്കാം. വാട്ട് ആർ എസെൻഷ്യൽ ആൻഡ് നോൺ എസെൻഷ്യൽ അമിനോ ആസിഡ്സ്? അമിനോ ആസിഡ്സ് എന്ന ചാപ്റ്റർ നിങ്ങൾ അവസാനത്തേക്ക് പഠിച്ച് അല്ലെ? ബയോമോളിക്യൂൾസ് എന്ന ചാപ്റ്ററിലാണ് പഠിച്ചത്. നമ്മളിപ്പം ഇവിടെ കാണിക്കുന്ന ക്വസ്റ്റ്യൻസ് ഒക്കെ തന്നെ പ്രീവിയസ് ഇയറിൽ നിങ്ങൾക്ക് പലതവണ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. ഓക്കെ, അപ്പം നിങ്ങൾ നല്ല രീതിയിൽ ഫോക്കസ് ചെയ്യുക ക്വസ്റ്റ്യൻസിൽ. സോ എസെൻഷ്യൽ ആൻഡ് നോൺ എസെൻഷ്യൽ അമിനോ ആസിഡ്സ്. ഓക്കെ ആണല്ലോ? നമുക്കറിയാം നമ്മുടെ ബോഡിയിൽ ഒരുപാട് നമ്മൾ ബോഡി ഉണ്ടാക്കിയിട്ടുള്ള എന്താ? പ്രോട്ടീൻസ് കൊണ്ടാണ്. ഈ പ്രോട്ടീൻസ് എങ്ങനെയാണ് ഉണ്ടാക്കിയിട്ടുള്ളത്? അമിനോ ആസിഡുകൾ കൊണ്ടാണ്. ഈ അമിനോ ആസിഡുകളെ നമ്മൾ 2ആയി തരംതിരിക്കുന്നു, ക്ലാസിഫൈ ചെയ്യുന്നു. ദാറ്റ് ഈസ് എസെൻഷ്യൽ അമിനോ ആസിഡ് ആൻഡ് നോൺ എസെൻഷ്യൽ അമിനോ ആസിഡ്. ഓക്കെ, ഇനി ഇവര് ചോദിച്ചത് റൈറ്റ് ആൻ എക്സാമ്പിൾ എന്നും പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, നമുക്ക് നോക്കാം. അമിനോ ആസിഡ് വിച്ച് ആർ നോട്ട് സിന്തസൈസ്ഡ് ബൈ അവർ ബോഡി. നമ്മളെ ബോഡി ഇപ്പൊ നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിലൂടെ അതിൽ നിന്നും അമിനോ ആസിഡുകൾ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. ഓക്കെ, അങ്ങനെ നമ്മളെ ബോഡിക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന അമിനോ ആസിഡുകളെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? നോൺ എസെൻഷ്യൽ. അത് നമുക്ക് എസെൻഷ്യൽ അല്ല, എസെൻഷ്യൽ അല്ലാതെ നമ്മളെ ബോഡി തന്നെ ഉണ്ടാക്കുന്നുണ്ട്. ഓക്കെ, പക്ഷെ ചിലത് നമ്മൾ കഴിച്ചാൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? അത് സിന്തസൈസ് ചെയ്യാൻ പറ്റുള്ളൂ. അങ്ങനെയുള്ളവയാണ് നമ്മൾ എസെൻഷ്യൽ അമിനോ ആസിഡുകൾ എന്ന് പറയുന്നത്. ഈ എസെൻഷ്യൽ അമിനോ ആസിഡുകളിൽ വരുന്നതാണ് നമ്മുടെ ലൈസിനും വാലിനും ഒക്കെ. സോ ലൈസിൻ, വാലിൻ ആർ എക്സാമ്പിൾ ഫോർ എസെൻഷ്യൽ അമിനോ ആസിഡ്. അത് നമ്മൾ ഫുഡിലൂടെ തന്നെ എടുക്കണം. ഓക്കെ, ചില അമിനോ ആസിഡുകൾ അത് നമ്മൾ ഫുഡിലൂടെ എടുത്തിട്ടില്ലെങ്കിലും നമ്മുടെ ബോഡി തന്നെ അത് ഉണ്ടാക്കും. ഓക്കെ, അവയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? നോൺ എസെൻഷ്യൽ. അവർ അത്ര എസെൻഷ്യൽ അല്ല. ഓക്കെ, നമ്മൾ ഫുഡിലൂടെ എടുക്കണമെന്നൊന്നുമില്ല. നോൺ എസെൻഷ്യൽ അമിനോ ആസിഡ്. അതിന് എക്സാമ്പിൾ ആണ് ഇത് ഗ്ലൈസിൻ ആൻഡ് അലനിൻ. ഓക്കെ, ഗ്ലൈസിൻ ആൻഡ് അലനിൻ. സോ ലൈസിൻ ആൻഡ് വാലിൻ ആർ എക്സാമ്പിൾ ഫോർ essential amino acid and glycine and alanine are example for non-essential amino acid. ക്ലിയർ ആണെന്ന് കരുതുന്നു. സോ ഇത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. നിങ്ങൾ നല്ല രീതിയിൽ നോക്കാം. പിന്നെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ആസ്പിരിൻ?
ഓക്കെ, ഹൗ ഇറ്റ് ഈസ് പ്രിപ്പയർഡ് ഫ്രം സാലിസിലിക് ആസിഡ്. ആസിഡ് എന്ന പേര് വന്നു, ഏത് ചാപ്റ്റർ ആയിരിക്കും? ആ ആൽഡിഹൈഡ്, കീറ്റോൺ ആൻഡ് കാർബോക്സിലിക് ആസിഡ് ഓർഗാനിക് കെമിസ്ട്രി എന്ന ചാപ്റ്ററിൽ വരുന്നതാണ്. ഓക്കെ ആണല്ലോ. സോ വാട്ട് ഡു യു മീൻ ബൈ ആസ്പിരിൻ? ആസ്പിരിൻ എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, ഇറ്റ് ഈസ് അസറ്റൈൽ സാലിസിലിക് ആസിഡ്. അസറ്റൈൽ സാലിസിലിക് ആസിഡ്. ചിലപ്പം ഇത് നിങ്ങൾക്ക് വൺ വേർഡ് ആയിട്ട് ചോദിച്ചേക്കാം, ഒരു മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആയി ചോദിക്കുക, അല്ലെങ്കിൽ ഇങ്ങനെ റിയാക്ഷൻ എഴുതി നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് എഴുതേണ്ടി വരും. അപ്പൊ ഈ റിയാക്ഷൻ നിങ്ങൾ നല്ല രീതിയിൽ പഠിക്കുക. ഓക്കെ ആണല്ലോ. സോ വാട്ട് ഡു യു മീൻ ബൈ ആസ്പിരിൻ? ആസ്പിരിൻ ഈസ് നത്തിങ്, ഇറ്റ് ഈസ് എന്താ? അസറ്റൈൽ സാലിസിലിക് ആസിഡ്. അസറ്റൈൽ സാലിസിലിക് ആസിഡ്, അസറ്റൈൽ സാലിസിലിക് ആസിഡ്, ആൻഡ് ഇറ്റ് ഈസ് പ്രിപ്പയർഡ് ബൈ ദി അസറ്റൈലേഷൻ ഓഫ് സാലിസിലിക് ആസിഡ്. ഇതല്ല നമ്മുടെ സാലിസിലിക് ആസിഡ് അല്ലേ? നമ്മുടെ ബെൻസീന്റെ കൂടെ, ബെൻസീൻ റിങ്ങിന്റെ കൂടെ ഒരു കാർബോക്സിലിക് ആസിഡ് ഗ്രൂപ്പ് അറ്റാച്ച് ചെയ്യുന്നു. അപ്പൊ നമ്മൾ അതിനെ ബെൻസോയിക് ആസിഡ് എന്ന് വിളിക്കുന്നു. ഈ ബെൻസോയിക് ആസിഡിന്റെ കൂടെ ഒരു OH ഗ്രൂപ്പ് വരുന്നു, അല്ലെങ്കിൽ ഫീനോളിന്റെ കൂടെ ഒരു COOH വരുന്നു, അങ്ങനെയും പറയാലോ നമുക്ക്. ഓക്കെ, അല്ലെങ്കിൽ COOHും OH ഗ്രൂപ്പും ഒരു ബെൻസീൻ റിങ്ങിൽ നമ്മൾ അറ്റാച്ച് ചെയ്യുകയാണെങ്കിൽ അതിന് നമ്മൾ വിളിക്കുന്ന പേരാണ് സാലിസിലിക് ആസിഡ്. ഈ സാലിസിലിക് ആസിഡിനെ നമ്മൾ അസറ്റൈൽ ഗ്രൂപ്പ് അതിലേക്ക് ആഡ് ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ അസറ്റൈലേഷൻ നമ്മൾ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ആളാണ് ഇത് ആസ്പിരിൻ. ദാറ്റ് ഈസ് അസറ്റൈൽ സാലിസിലിക് ആസിഡ്, അല്ലെങ്കിൽ നമ്മൾ ഇവയെ ആസ്പിരിൻ എന്ന് വിളിക്കും, ആസ്പിരിൻ എന്ന് വിളിക്കും. ഓക്കെ ആണല്ലോ. ഇത് നമ്മൾ ഒരു ആന്റിഡോട്ട് ആയിട്ട് ഉപയോഗിക്കുന്നു. ഓക്കെ ആണല്ലോ. സോ അസറ്റൈൽ സാലിസിലിക് ആസിഡ് ഓർ ആസ്പിരിൻ, അതിന്റെ കൂടെ ആരാ ഉണ്ടാവുക? ഒരു അസറ്റൈൽ ഗ്രൂപ്പ് ഉണ്ടാവും, OCOCH3 ഉണ്ടാവും, COOH OCOCH3. ക്ലിയർ ആണെന്ന് കരുതുന്നു. സോ ആസ്പിരിൻ ഈസ് നത്തിങ് ബട്ട് ഇറ്റ് ഈസ് ഏതാ? അസറ്റൈൽ സാലിസിലിക് ആസിഡ്. ഇറ്റ് ഈസ് പ്രിപ്പയർഡ് ബൈ ദി അസറ്റൈലേഷൻ ഓഫ് സാലിസിലിക് ആസിഡ്. ദാറ്റ് ഈസ് ഫീനോളിന്റെ കൂടെ ഒരു കാർബോക്സിൽ ഗ്രൂപ്പ്, ദാറ്റ് ഈസ് COH ഗ്രൂപ്പ് അറ്റാച്ച് ചെയ്തിട്ടുണ്ടാവും, അല്ലെങ്കിൽ ഒരു ബെൻസോയിക് ആസിഡിന്റെ കൂടെ ഒരു OH ഗ്രൂപ്പ് അറ്റാച്ച് ചെയ്തിട്ടുണ്ടാവും. ഓക്കെ, എന്നിട്ട് നമ്മൾ അവരെന്ത് ചെയ്യണം? അതിലേക്ക് ഒരു അസറ്റൈൽ ഗ്രൂപ്പ് ആഡ് ചെയ്യണം, അല്ലെങ്കിൽ അസറ്റൈലേഷൻ ചെയ്യണം ഇൻ ദ പ്രസൻസ് ഓഫ് ആൻ ആസിഡ്. H+ എന്ന് പറയുമ്പോൾ ആസിഡിന്റെ പ്രസൻസിലാണ്. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? വിൽ ഗെറ്റ് അസറ്റൈൽ സാലിസിലിക് ആസിഡ്, അല്ലെങ്കിൽ ആസ്പിരിൻ എന്ന ആള് കിട്ടും. ഓക്കെ ആണല്ലോ. ക്ലിയർ ആണെന്ന് കരുതുന്നു. അങ്ങനെയാണെങ്കിൽ പെട്ടെന്ന് നെക്സ്റ്റ് പ്രോബ്ലത്തിലോട്ട് പോകാം. ദാറ്റ് ഈസ് വാട്ട് ഈസ് ആൾഡോൾ കണ്ടൻസേഷൻ റിയാക്ഷൻ? വെരി വെരി ഇമ്പോർട്ടൻറ്റ്. എന്താണ് ആൾഡോൾ കണ്ടൻസേഷൻ റിയാക്ഷൻ? നമ്മൾ പഠിച്ചിരുന്നു ആൽഡിഹൈഡുകളിലെ ആൽഫ ഹൈഡ്രജൻ ഉള്ളതും ആൽഡിഹൈഡിൽ ആൽഫ ഹൈഡ്രജൻ ഇല്ലാത്തതും വെച്ചിട്ട് നമുക്ക് റിയാക്ഷൻ പഠിക്കാനുണ്ട്. ഓക്കെ, അതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു റിയാക്ഷൻ ആണ് ആൾഡോൾ കണ്ടൻസേഷൻ റിയാക്ഷൻ. ആൾഡോൾ കണ്ടൻസേഷൻ റിയാക്ഷൻ നോക്കിയാൽ നിങ്ങൾ, ആൽഡിഹൈഡ് ഹാവിംഗ് അറ്റ്ലീസ്റ്റ് 1 ആൽഫ ഹൈഡ്രജൻ ആറ്റം, aldehyde having at least 1 alpha hydrogen atom when heated with dilute alkali. Okay, ഒരൊറ്റ ആൽഫ ഹൈഡ്രജൻ ഉണ്ടായാലും മതി. ഓക്കെ, ഒരൊറ്റ ആൽഫ ഹൈഡ്രജൻ ഉണ്ടെങ്കിൽ കൂടിയും അവര് നമ്മൾ ഡൈല്യൂട്ട് ആൽക്കലിയുമായിട്ട് റിയാക്ട് ചെയ്യാം. അങ്ങനെയാണെങ്കിൽ നമുക്ക് കിട്ടുന്നത് ബീറ്റ അൺസാച്ചുറേറ്റഡ് ആൽഡിഹൈഡ് ആയിരിക്കും. ആൽഫ അല്ലെങ്കിൽ ബീറ്റ അൺസാച്ചുറേറ്റഡ് ആൽഡിഹൈഡ് ആയിരിക്കും നമുക്ക് അവിടെ പ്രൊഡക്റ്റ് കിട്ടുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ റിയാക്ഷനെ നമുക്ക് വിളിക്കാവുന്ന പേരാണ് എന്ത്? ആൾഡോൾ കണ്ടൻസേഷൻ റിയാക്ഷൻ. ഓക്കെ, സോ നമുക്കൊരു എക്സാമ്പിൾ എടുക്കാം. ആൽഫ ഹൈഡ്രജൻ എന്ന് പറഞ്ഞാൽ എന്താ? ഫങ്ഷണൽ ഗ്രൂപ്പ് അറ്റാച്ച് ചെയ്ത കാർബൺ ആറ്റത്തോട് തന്നെ അറ്റാച്ച് ചെയ്യണം. ഓക്കെ, ഏത് കാർബൺ ആറ്റത്തോടാണോ നമ്മൾ ഫങ്ഷണൽ ഗ്രൂപ്പ് അറ്റാച്ച് ചെയ്തിട്ടുള്ളത് അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയാ? ആൽഫ ഹൈഡ്രജൻ എന്ന് പറയാം. ഓക്കെ ആണല്ലോ. ഇത് നമ്മൾ ഡൈല്യൂട്ട് ആൽക്കലിയുമായിട്ട്, ഡൈല്യൂട്ട് ആൽക്കലി എന്ന് പറയുമ്പോൾ ആര് മതി? സോഡിയം ഹൈഡ്രോക്സൈഡ് എടുക്കാം നമുക്ക്. അങ്ങനെയാണെങ്കിൽ സോഡിയം ഹൈഡ്രോക്സൈഡുമായിട്ട് നമ്മൾ റിയാക്ട് ചെയ്യുന്നു, എന്നിട്ട് ചൂടാക്കുന്നു. ഇതെന്താ മീൻ ചെയ്യുന്നത്? നമ്മൾ ഹീറ്റ് കൊടുക്കുന്നു. അങ്ങനെയാണെങ്കിൽ നമുക്കൊരു ബീറ്റ അൺസാച്ചുറേറ്റഡ് ആയിട്ടുള്ള ഒരു കോമ്പൗണ്ട് കിട്ടും. ബീറ്റ അൺസാച്ചുറേറ്റഡ് ആയിട്ടുള്ള കോമ്പൗണ്ട് കിട്ടും. ഈ ഒരു കോമ്പൗണ്ട് നമ്മൾ ബ്യൂട്ട്-2 ഈനാൽ, ഇതിന്റെ കോമൺ നെയിം ആയിട്ട് നമ്മൾ പഠിച്ചിരുന്നത് ക്രോട്ടനാൽഡിഹൈഡ്. അത്ര ഇമ്പോർട്ടന്റ് അല്ല, ക്രോട്ടനാൽഡിഹൈഡ് എന്നായിരുന്നു പഠിച്ചത്. ഓക്കെ, ജസ്റ്റ് നോട്ട് ചെയ്ത് വെക്കാം. ഓക്കെ, സോ എത്തനാളിനെ നമ്മൾ ഡൈല്യൂട്ട് NaOH അല്ലെങ്കിൽ ഡൈല്യൂട്ട് ആൽക്കലിയുമായിട്ട് റിയാക്ട് ചെയ്ത് നമുക്കൊരു ബീറ്റ അൺസാച്ചുറേറ്റഡ് കോമ്പൗണ്ട് കിട്ടും. ഇപ്പൊ നമ്മൾ ഇവിടെ എടുത്ത കോമ്പൗണ്ട് എത്തനാളാണ്. ഓക്കെ, ആൽഫ ഹൈഡ്രജൻ ആറ്റം ഉള്ള കോമ്പൗണ്ട് നമ്മൾ ഡൈല്യൂട്ട് ആൽക്കലിയുമായിട്ട് റിയാക്ട് ചെയ്താലാണ് നമ്മൾ ആൾഡോൾ കണ്ടൻസേഷൻ റിയാക്ഷൻ എന്ന് പറയാം. ഓക്കെ ആണല്ലോ. സോ ഇത് ക്ലിയർ ആണെന്ന് കരുതുന്നു. നെക്സ്റ്റ് പ്രോബ്ലത്തിലോട്ട് പോവാം. വാട്ട് ഈസ് ഇൻസ്പെർഗ്സ് റിയേജന്റ്? നമ്മള് അമീൻസ് എന്ന ചാപ്റ്ററിൽ പഠിച്ച കോമ്പൗണ്ട്സ് ഓഫ് നൈട്രജൻ അതിൽ പഠിച്ചാണ് നമ്മൾ.
ഓക്കെ, വാട്ട് ഡു യു മീൻ ബൈ ഇൻസ്പെർഗ്സ് റിയേജന്റ്? നമ്മൾ ഈ ലൂക്കാസ് ടെസ്റ്റ് ഒക്കെ പഠിച്ച പോലെ തന്നെ ഇൻസ്പെർഗ്സ് റിയേജന്റ് നമ്മൾ ഒരു ഡിറ്റർമിനേഷൻ ടെസ്റ്റ് ആയിട്ട് പറഞ്ഞിരുന്നു. ഒരു ഡിറ്റർമിനേഷൻ നമ്മൾ വേർതിരിക്കാൻ വേണ്ടിയിട്ട്, പ്രൈമറി സെക്കൻഡറി ടേഷ്യറി ഒക്കെ വേർതിരിക്കാൻ വേണ്ടി നമ്മൾ ഒരു ഡിറ്റർമിനേഷൻ ടെസ്റ്റ് ആയിട്ടായിരുന്നു പറഞ്ഞത്. നോക്കാം നമുക്ക് ഇൻസ്പെർഗ്സ് റിയേജന്റ്. അതിൽ അവർ പറയുന്നുണ്ട്, ഹൗ വിൽ യു ഡിസ്റ്റിംഗ്വിഷ് എ പ്രൈമറി സെക്കൻഡറി ടേഷ്യറി അമീൻസ് യൂസിങ് ദീസ് റിയേജന്റ്? നോക്കാം, ഇൻസ്പെർഗ് റിയേജന്റ് എന്ന് പറഞ്ഞാൽ എന്താ? ഒന്നുമില്ല, C6H5SO2Cl. എന്താ? ബെൻസീൻ സൾഫോണൈൽ ക്ലോറൈഡ്. ബെൻസീൻ സൾഫോണൈൽ ക്ലോറൈഡ്, ദാറ്റ് ഈസ് C6H5SO2Cl. ബെൻസീൻ sulfonyl chloride. Okay, so primary amine react with Innsbruck's reagent to form a precipitate of N-alkyl benzene sulfonamide. അത് ആൽക്കലിയിൽ സോല്യൂബിൾ ആയിരുന്നു. ഓക്കെ ആണല്ലോ. പ്രൈമറി അമീനിനെ നമ്മൾ ഈ ബെൻസീൻ സൾഫോണൈൽ ക്ലോറൈഡുമായിട്ട് ട്രീറ്റ് ചെയ്തപ്പോൾ നമുക്ക് കിട്ടിയ കോമ്പൗണ്ട് എന്ന് പറയുന്നത് N-alkyl benzene sulfonamide ആയിരുന്നു. ഓക്കെ, അത് ആൽക്കലിയിൽ ഡിസോൾവ് ചെയ്യുമായിരുന്നു, സോല്യൂബിൾ ആയിരുന്നു. പക്ഷേ സെക്കൻഡറി അമീൻ റിയാക്ട് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടിയത് NN-dialkyl benzene sulfonamide ആയിരുന്നു. NN-dialkyl benzene sulfonamide which is insoluble in alkali. ഇവരെന്തായിരുന്നു? ഇൻസോലിബിൾ ആയിരുന്നു. ഓക്കെ, ഇനി ടേഷ്യറി അമീൻ. ടേഷ്യറി അമീൻ എന്താ? ടേഷ്യറി അമീൻ ഡു നോട്ട് റിയാക്ട് വിത്ത് ഇൻസ്പെർഗ് റിയേജന്റ്. ടേഷ്യറി അമീന് ഇൻസ്പെർഗ് റിയേജന്റുമായിട്ട് റിയാക്ഷൻ ചെയ്യില്ല. ഓക്കെ, നമ്മൾ ലൂക്കാസ് റിയേജന്റിൽ ടേഷ്യറി പ്രൈമറി പറഞ്ഞ പോലെയാണ് അമീൻസിൽ ടേഷ്യറി വരുന്നത്. ഓക്കെ, അപ്പൊ ആ ഒരു രീതിയിൽ നിങ്ങൾക്ക് അത് ബന്ധപ്പെടുത്തി പഠിക്കാൻ പറ്റും, റിലേറ്റ് ചെയ്ത് പഠിക്കാൻ പറ്റും. അപ്പോൾ കൂടുതൽ ഈസിയർ ആയിരിക്കും. ഓക്കെ, സോ ഇവിടെ ഇൻസ്പെർഗ്സ് റിയേജന്റ് ആണ് നമ്മൾ പറയുന്നത്. ദാറ്റ് ഈസ് ബെൻസീൻ സൾഫോണൈൽ ക്ലോറൈഡ്, ദാറ്റ് ഈസ് C6H5SO2Cl. ക്ലിയർ ആണെന്ന് കരുതുന്നു. അപ്പൊ പ്രൈമറിയിൽ N-alkyl benzene സൾഫോമൈഡും, പിന്നെ സെക്കൻഡറിയിലാവുമ്പോൾ NN-dialkyl benzene sulfonamideും, ടേഷ്യറിയിലാവുമ്പോൾ there is no reaction. നിങ്ങൾ ഇത് നോട്ട് ചെയ്ത് വെച്ചാൽ മതി, മിക്കവാറും പരീക്ഷയ്ക്ക് ഇതുമായിട്ട് ചോദിക്കുന്നുണ്ട്. ടേഷ്യറി നോ റിയാക്ഷൻ ആയിരിക്കും. ഈ ഒരു കാര്യം നിങ്ങൾ ഓർത്തു വെക്കുക. എന്തില്? നമ്മുടെ C6H5SO2Cl, ദാറ്റ് ഈസ് ഇൻസ്പെർഗ്സ് റിയേജന്റിന്റെ കേസിൽ ടേഷ്യറിയിൽ നോ റിയാക്ഷൻ. ആ ഒരു കാര്യം നിങ്ങൾ ഓർത്തു വെക്കുക. ക്ലിയർ അല്ലേ? അങ്ങനെ ആവുമ്പോൾ നിങ്ങൾക്ക് ലൂക്കാസ് ടെസ്റ്റും ഇതും റിലേറ്റ് ചെയ്ത് പഠിക്കാൻ പറ്റും. ഓക്കെ ആണല്ലോ. സോ നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോവാം. വാട്ട് ഈസ് ഡീനാച്ചുറേഷൻ ഓഫ് പ്രോട്ടീൻ? എന്താണ് ഡീനാച്ചുറേഷൻ ഓഫ് പ്രോട്ടീൻ? ഓക്കെ, ഇത് ഒരുപാട് തവണ ചോദിക്കുന്നതാണ്. സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, ഒന്നുമില്ല, നമ്മളിപ്പോ എഗ് ബോയിൽ ചെയ്യാന്ന് വിചാരിക്കാം. എഗ് ബോയിൽ ചെയ്യുമ്പോൾ ആ ഒരു ഫ്ലൂയിഡ് ആയിട്ടുള്ള ഒരു പ്രോട്ടീൻ, എഗിനുള്ളിൽ എന്താ ഒരു ഫ്ലൂയിഡ് ആയിട്ടുള്ള ഒരു പ്രോട്ടീൻ ആണുള്ളത്. ഈ പ്രോട്ടീൻ എന്തായി മാറുന്നു? ഒരു ഹാർഡ് സ്ട്രക്ചറായി മാറുമ്പോൾ ഈ പ്രോട്ടീന്റെ എല്ലാ സ്ട്രക്ചറും മാറുകയല്ലേ? ആ ഒരു ഇമേജ് നിങ്ങൾ കൊണ്ടുവന്നാൽ മതി മനസ്സിൽ. അങ്ങനെ ആകുമ്പോൾ when a protein is heated or chemical substance is added to it, it loses its biological activities. അതിന്റെ ബയോളജിക്കൽ ആക്ടിവിറ്റീസ് ഒക്കെ നഷ്ടപ്പെടുന്നു. ആ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ ഡീനാച്ചുറേഷൻ ഓഫ് പ്രോട്ടീൻ എന്ന് വിളിക്കുന്നത്. ഓക്കെ, സോ ഡീനാച്ചുറേഷൻ ഓഫ് പ്രോട്ടീൻ ക്ലിയർ ആണെന്ന് കരുതുന്നു. സോ ആ ഒരു സ്ട്രക്ചർ കംപ്ലീറ്റ് ആയിട്ട്, ആ ഒരു സ്ട്രക്ചറിലായിരിക്കും ആ ഒരു ബയോളജിക്കൽ ആക്ടിവിറ്റി അത് നടത്തുന്നത്. അത് കംപ്ലീറ്റ് ആയിട്ട് ഡിസ്ട്രോയ് ചെയ്യുക, ഹീറ്റ് കൊടുക്കുന്നതിലൂടെ അല്ലെങ്കിൽ ഏതെങ്കിലും കെമിക്കൽ പ്രോസസ്സിലൂടെയോ ഒക്കെ. ഇതിനെയാണ് നമ്മൾ ഡീനാച്ചുറേഷൻ ഓഫ് പ്രോട്ടീൻ എന്ന് പറയുന്നത്. അല്ലെങ്കിൽ നമുക്ക് എന്ത് പറയാം? ഹാർഡ് ബോയിലിംഗ് ഓഫ് എഗ് എന്ന് പറയാം. ഹാർഡ് ബോയിലിംഗ് ഓഫ് എഗ് എന്നും പറയാം. ഹാർഡ് ബോയിലിംഗ് ഓഫ്. ഓക്കെ, സോ നെക്സ്റ്റ് പ്രോബ്ലത്തിലോട്ട് വരാം. റൈറ്റ് എനി 3 differences between DNA and RNA. DNAയും RNAയും നമ്മളോട് ഡിഫറൻഷിയേറ്റ് ചെയ്ത് എഴുതാനാണ് പറഞ്ഞത്. ഓക്കെ, ഇവരുടെ ഡിഫറൻസ് എന്തൊക്കെയാണ്? ഇവരുടെ ഡിഫറൻസ്. ഓക്കെ, ഇതൊക്കെ നിങ്ങൾക്ക് ഒരു 3 മാർക്കിനൊക്കെ വന്നേക്കാം. ഓക്കെ, സോ നിങ്ങൾ ഏതെങ്കിലും ഒരു 3 എണ്ണം നല്ല രീതിയിൽ പഠിക്കാം. ഓക്കെ, ആദ്യത്തെ ഡിഫറൻസ് എന്താ? ഇവരെ പേര് തന്നെ നമുക്ക് ഡിഫറൻസ് ആയിട്ട് എഴുതിക്കൂടെ? DNA എന്ന് പറഞ്ഞാൽ എന്താ? ഡിയോക്സി റൈബോ ന്യൂക്ലിക് ആസിഡ്. ഓക്കെ, ഇനി RNA എന്ന് പറഞ്ഞാൽ എന്താ? റൈബോ ന്യൂക്ലിക് ആസിഡ്. ഓക്കെ ആണല്ലോ. ഡിയോക്സിയും റൈബോയും അത് ഓർത്ത് വെക്കുക നിങ്ങൾ ആദ്യത്തെ ക്ലാസിഫിക്കേഷൻ. ഓക്കെ, പിന്നെ നിങ്ങൾ പറയാം എന്താ? DNA എന്ന് പറഞ്ഞാൽ ഡബിൾ സ്റ്റാൻഡേർഡ് RNA ആണ്. ഓക്കെ, ഇതിൽ പറയുമ്പോ എന്താ? സിംഗിൾ സ്റ്റാൻഡേർഡ്. ഡബിൾ സ്റ്റാൻഡേർഡും സിംഗിൾ സ്റ്റാൻഡേർഡും. ഓക്കെ, ആദ്യത്തെ കാര്യം അത് പഠിച്ചുകൂടെ നിങ്ങൾക്ക്. ഇനി നോക്കാം. ദി പെന്റോ ഷുഗർ ഇൻ DNA is 2-deoxyribose. അത് ഞാൻ പറഞ്ഞ കാര്യങ്ങൾ എഴുതുക, എന്നിട്ട് ഇങ്ങനെ എഴുതാം. ദി പെന്റോ ഷുഗർ ഇൻ DNA is 2-deoxyribose. ഇനി RNAയിലാണെങ്കിലോ
ദി പെന്റോ ഷുഗർ ഇൻ RNA is റൈബോസ് ആണ്. ഒന്ന് 2-deoxy റൈബോസും ഒന്ന് റൈബോസും. ഇനി ഇവിടെ നമ്മൾ പറഞ്ഞു എന്താ, ദേ ആർ ഡബിൾ സ്റ്റാൻഡേർഡ് എന്ന് പറഞ്ഞു. RNA എന്ന് പറഞ്ഞാൽ എന്താ, ദേ ആർ സിംഗിൾ സ്റ്റാൻഡേർഡ്. ഒന്ന് ഡബിൾ സ്റ്റാൻഡേർഡും ഒന്ന് സിംഗിൾ സ്റ്റാൻഡേർഡും. ഇനി ഇവിടെ നമ്മൾ ഉപയോഗിക്കുന്ന നൈട്രജൻ ബേസുകൾ എന്താ, നൈട്രജൻ ബേസ് ഇവിടെ 4 ആളുകളാണ്, രണ്ടിലും 4ആണ്. പക്ഷെ ഒരു വ്യത്യാസമുണ്ട്. ഇവിടെ നമ്മള് തൈമിൻ എന്ന ആൾക്ക് പകരം ഇവിടെ യൂസ് ചെയ്യുന്നത് യുറാസിലാണ്. ഓക്കെ, നമ്മള് DNA-ലാവുമ്പോൾ അഡിനിൻ, ഗ്വാനിൻ, സൈറ്റോസിൻ, തൈമിൻ. അഡിനിൻ, ഗ്വാനിൻ, സൈറ്റോസിൻ, തൈമിൻ 4 ആളുകളെയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. എന്തിന്? നൈട്രജൻ ബേസിന്. ഓക്കെ, ഇനി ഇവിടെയാണെങ്കിലോ ഇവിടെ നൈട്രജൻ ബേസ് തൈമിന് പകരം യുറാസിൽ എന്ന് പറയുന്ന ആളാണ് RNA-യിൽ നമ്മൾ ഉപയോഗിക്കുന്നത്. ഓക്കെ ആണല്ലോ. ആ 3 ഡിഫറൻസ് നിങ്ങൾ പഠിച്ചാൽ നിങ്ങൾക്ക് ഷുവർ ആയിട്ടും അതിൽ ഫുൾ മാർക്ക് വാങ്ങാൻ പറ്റും. ഓക്കെ ആണല്ലോ. ഇതും പ്രീവിയസ് ഇയറിൽ കുറെ തവണ ചോദിച്ച ക്വസ്റ്റ്യൻസ്. ഓക്കെ ആണല്ലോ. സോ ക്ലിയർ ആണെന്ന് കരുതുന്നു. സോ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് വരാം. ഒരു പ്രോബ്ലമാറ്റിക് ആയിട്ടുള്ള, നമ്മൾ ഇതുവരെ തിയറി അല്ല പറഞ്ഞത്, ഇനി ഒരു പ്രാക്ടിക്കൽ നോളജിലൂടെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. നോക്കാം. എക്സ്പ്ലെയിൻ ദി എഫക്ട് ഓഫ് ടെമ്പറേച്ചർ ആൻഡ് പ്രഷർ ഓൺ ദി ഫോളോയിങ് ഇക്വിലിബ്രിയം. ഇവിടെ ഈ ഒരു ഇത് ഏത് ചാപ്റ്ററിലുള്ളതായിരിക്കും? ഇക്വിലിബ്രിയം എന്ന ചാപ്റ്ററിലുള്ളതാ. ഓക്കെ ആണല്ലോ. നോക്കാം നമുക്ക്. ദാറ്റ് ഈസ് 2NO2 റിയാക്ഷൻ ഇങ്ങനെ 2NO2 gives N2O. ഇത് രണ്ടും ഗ്യാസ് അല്ലേ. പ്രഷർ നമ്മൾ കൊടുക്കണമെങ്കിൽ ഗ്യാസ് മാത്രമായിരിക്കണം. ഇവിടെ 2 ഗ്യാസ് ആണ്. പ്രഷർ അവിടെ നിൽക്കട്ടെ, നമുക്ക് ടെമ്പറേച്ചർ നോക്കാം. നിങ്ങൾ നോക്കിയേ, ഇവിടെ ΔH വന്നത് -57.2. മൈനസ് ആകുമ്പോൾ നമ്മൾ റിയാക്ഷൻ എക്സോതെർമിക്കും പറഞ്ഞിരുന്നു, എൻഡോതെർമിക്കും പറഞ്ഞിരുന്നു. ഓക്കെ, ഇത് ഒരുപക്ഷെ നമ്മുടെ ക്ലാസ് കാണാത്തവരാണ് ഇത് കാണുന്നെങ്കിൽ നിങ്ങൾ ആദ്യം എക്സോതെർമിക് എൻഡോതെർമിക് എന്താണ് മനസ്സിലാക്കിയിട്ട് ഇവിടേക്ക് വരണം. അല്ലാതെ നിങ്ങൾ അത് ഡയറക്റ്റ് കേട്ടാൽ നിങ്ങൾക്ക് ഈ ഒരു ക്വസ്റ്റ്യൻ മനസ്സിലാവില്ല. ഓക്കെ, സോ നമ്മൾ പറഞ്ഞിരുന്നു നെഗറ്റീവ് വരികയാണെങ്കിൽ അത് എന്ത് റിയാക്ഷൻ ആയിരിക്കും? എക്സോതെർമിക് റിയാക്ഷൻ ആയിരിക്കും. ഓക്കെ, ഫോർവേഡിനെ പറ്റിയല്ല ഇവിടെ പറയുന്നത്. ഫോർവേഡ് -57.2 kJ/mol പറയുന്നത്. അങ്ങനെയാണെങ്കിൽ മൈനസ് കാണിക്കുമ്പോൾ ദാറ്റ് ഈസ് ആൻ എക്സോതെർമിക് റിയാക്ഷൻ. ഓക്കെ, എക്സോതെർമിക് റിയാക്ഷൻ ആണ്. അപ്പൊ ഫോർവേഡ് റിയാക്ഷൻ. ഓക്കെ, ഇനി നോക്കിയാൽ നമ്മൾ ഫോർവേഡ് റിയാക്ഷൻ എക്സോതെർമിക് ആണ്. അപ്പൊ ടെമ്പറേച്ചർ കൂടിയാൽ ഫോർവേഡ് റിയാക്ഷന്റെ റേറ്റ് കുറയുക ചെയ്യാം. ഓക്കെ, ഫോർവേഡ് റിയാക്ഷന്റെ റേറ്റ് കുറയുക ചെയ്യുക. കാരണം എന്താ? എക്സോതെർമിക് ആണ് ഫോർവേഡ് റിയാക്ഷൻ. ഇനി ഒരു പക്ഷെ അവിടെ പോസിറ്റീവ് ആയിട്ടുള്ള എൻഡോതെർമിക് ആണെങ്കിൽ റേറ്റ് ഇൻക്രീസ് ചെയ്യുമായിരുന്നു. ഓക്കെ, ഇനി നമ്മൾ പ്രഷറിന്റെ കേസ് മോളുകൾ കൂടുന്നതിൽ നിന്ന് കുറഞ്ഞതിലേക്ക് പോകുമ്പോഴും കുറഞ്ഞതിൽ നിന്ന് കൂടുന്നതിലേക്ക് പോകുമ്പോഴും നമ്മൾ ഒരു കാര്യം പറഞ്ഞിരുന്നു. നമ്മൾ എന്താ പറഞ്ഞത്? കൂടിയതിൽ നിന്ന് കുറഞ്ഞതിലേക്ക് പോകുമ്പോൾ അവിടെ റേറ്റ് കൂടുന്നു എന്ന് പറഞ്ഞത്. ഓക്കെ, അങ്ങനെയാണ് ഇവിടെ നോക്കിയത്. ഹെൻസ് ദ ഫോർത്ത് റിയാക്ഷൻ decrease in the number of moles. നമ്മൾ പറഞ്ഞു hence the high pressure favors the forward reaction. അങ്ങനെയാണ് നമ്മൾ പ്രഷർ കൂട്ടുമ്പോൾ ഇവിടെ ഫോർവേഡ് റിയാക്ഷൻ കൂടുമോ കുറയുമോ? ഫോർവേഡ് റിയാക്ഷൻ കൂടും. കാരണം മോളുകളുടെ എണ്ണം കുറയാണ്. ഇവിടെ നോക്കിയാൽ നിങ്ങൾ ഇവിടെ 2NO2, ഇവിടെ 1NO2. അപ്പൊ നോക്കിയാൽ മോള് കുറയല്ലേ, 2ൽ നിന്നും 1 ആവുന്നു. അപ്പൊ മോള് കുറയുന്ന സാഹചര്യത്തില് അവിടെ നമ്മൾ പ്രഷർ കൂട്ടിയാൽ ഫോർവേഡ് റിയാക്ഷന്റെ റേറ്റ് കൂടുക ചെയ്യാം. ഓക്കെ, ഇതൊക്കെ നമ്മൾ വ്യക്തമായിട്ട് കുറെ എക്സാമ്പിൾ ആയിട്ട് ക്ലാസ്സിൽ പറഞ്ഞിട്ടില്ല. ഓക്കെ ആണല്ലോ. സോ കൂടിയതിൽ നിന്ന് കുറഞ്ഞതിലേക്ക് പോകുമ്പോൾ പ്രഷർ കൂടുന്നു. ഇനി കുറഞ്ഞതിൽ നിന്ന് കൂടുന്നതിലേക്കാണ്. ഇപ്പൊ 1ൽ നിന്ന് 2ലേക്ക് പോകുന്നതെങ്കിൽ പ്രഷർ കൂട്ടിയാൽ ഈ ഒരു വേഗത കുറയുക ചെയ്യാം. പുരോപ്രവർത്തനം, പശ്ചാത്പ്രവർത്തനം എന്നൊക്കെ നിങ്ങൾ മലയാളം മീഡിയം സ്റ്റുഡൻസ് ആണെങ്കിൽ നിങ്ങൾ ചെറിയ ക്ലാസ് പഠിച്ചിട്ടുണ്ടോ? ഓക്കെ ആണല്ലോ. ഇംഗ്ലീഷ് മീഡിയം സ്റ്റുഡൻസ് ആണ് എന്താ പഠിച്ചത്? ഫോർവേഡ് റിയാക്ഷൻ, ബാക്ക്വേർഡ് റിയാക്ഷൻ. അപ്പൊ ഹിയർ ഫോർവേഡ് റിയാക്ഷൻ ഡിക്രീസസ്. ഓക്കെ ആണല്ലോ. ഫോർവേഡ് റിയാക്ഷന്റെ റേറ്റ് കുറയുന്നു. അതാണ് പ്രഷറിന്റെ. ഇനി ടെമ്പറേച്ചർ നമ്മൾ പറഞ്ഞു ഇവിടെ എന്താ? നെഗറ്റീവ് ആയതുകൊണ്ട് എക്സോതെർമിക് റിയാക്ഷൻ ആണ്. എക്സോതെർമിക് റിയാക്ഷൻ ആയതുകൊണ്ട് തന്നെ നമ്മള് ടെമ്പറേച്ചർ കൂട്ടുമ്പോൾ റേറ്റ് കുറയുന്നു. എൻഡോതെർമിക് ആണെങ്കിലാണ് റേറ്റ് കൂടുക. ഇപ്പൊ ഫോർവേഡ് റിയാക്ഷന്റെ റേറ്റ് കുറയുന്നു when temperature increases, but when pressure increases the rate of forward reaction increases. ഓക്കെ ആണല്ലോ. അപ്പൊ റേറ്റ് കൂടുന്നുണ്ട്, റേറ്റ് കുറയുന്നുണ്ട് അല്ലെ? ദിസ് ഈസ് ഇക്വിലിബ്രിയം. ഓക്കെ അല്ലെ? അങ്ങനെയാണ് നെക്സ്റ്റ് റൈറ്റ് ദ പ്രിൻസിപ്പിൾ ഓഫ് ഡിസ്റ്റിലേഷൻ. എന്താണ് നമ്മൾ ഡിസ്റ്റിലേഷൻ? സ്വേദം എന്നൊക്കെ പഠിച്ചിട്ടുണ്ട് നമ്മൾ. ഓക്കെ, ഇറ്റ് ഈസ് എ മെത്തേഡ്. ഒന്നുമില്ല, ഏതെങ്കിലും ഒരു വൊളാറ്റൈൽ ലിക്വിഡിനെ നമ്മൾ ചൂടാക്കുന്നു. ഈ ചൂടാക്കിയ വൊളാറ്റൈൽ ലിക്വിഡിനെ നമ്മൾ എന്ത് ചെയ്യുന്നു? വേപ്പറൈസ് ചെയ്തിട്ട് ഈ വേപ്പേഴ്സിനെ നമ്മൾ കൂൾ ചെയ്യുന്നു. കൂൾ ചെയ്യുമ്പോൾ എന്ത് ചെയ്യും? ഈ വേപ്പേഴ്സ് വീണ്ടും വാട്ടർ ആയിട്ട് മാറും, ലിക്വിഡായി മാറും.
ഓക്കെ, ഈ ഒരു ഫിനോമിനാണ് ഡിസ്റ്റിലേഷൻ. നിങ്ങൾ എങ്ങനെ എഴുതുക? ഞാൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ നിങ്ങൾ ചൂടാക്കിയിട്ട് ഇതിങ്ങനെ ആവിയായി പോയി. ഇവിടുന്ന് ഇതിങ്ങനെ തണുത്തിട്ട് ഇത് ഇവിടെ നമ്മൾ തണുക്കാൻ പോകും. എന്നിട്ട് ഇതിങ്ങനെ ഡ്രോപ്പ് ആയിട്ട് വന്നിട്ട് ഇത് അവിടെ. ഓക്കെ ആണല്ലോ? ക്ലിയർ ആണല്ലോ? സോ ദിസ് മെത്തേഡ് ഈസ് യൂസ്ഡ് ടു സെപ്പറേറ്റ് components with a considerable difference in boiling point. In this method, the liquid mixture is taken in a round bottom flask and heated carefully. Okay, on boiling, the vapors of lower boiling point are formed first. അപ്പോൾ ബോയിലിംഗ് പോയിന്റ് ഏറ്റവും കുറവുള്ള ആദ്യം ഫോം ചെയ്യാം. ഇതൊരു സിമ്പിൾ ലോജിക് ആണ്. The vapors are condensed by using condenser. ഇവിടെ കണ്ടൻസർ ഉണ്ട്, നമ്മൾ അതുകൊണ്ടാണ് കൂൾ ചെയ്യുന്നത്. And the liquid is collected in the receiver. The vapors of higher boiling point form later and it can be collected separately. ഇങ്ങനെ വേണം നിങ്ങൾ 5 മാർക്കിന് ക്വസ്റ്റ്യൻ എഴുതേണ്ടത്. 3 മാർക്കിന്റെ ഒരു ക്വസ്റ്റ്യൻ ആണ് നിങ്ങൾ എങ്ങനെ എഴുതും? The volatile liquid are heated and vaporizes. These vapors are cooled and collected liquid. This phenomenon is called distillation. അങ്ങനെ പറയാം നിങ്ങൾക്ക് ഡിസ്റ്റിലേഷൻ. ഓക്കെ ആണല്ലോ? ഇവിടെ നമ്മളോട് പ്രിൻസിപ്പിൾ ഓഫ് ഡിസ്റ്റിലേഷൻ ചോദിച്ചു. ഓക്കെ ആണല്ലോ? സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്, നിങ്ങൾ ചെറിയ ക്ലാസ്സിലേ പഠിച്ചിട്ടുള്ള ഒരു കാര്യമാണ്. ഓക്കെ ആണല്ലോ? സോ നെക്സ്റ്റ്, എക്സ്പ്ലെയിൻ ദ വേരിയേഷൻ ഓഫ് അയോണൈസേഷൻ എന്തൽ. വെരി വെരി ഇമ്പോർട്ടൻറ്റ്. നിങ്ങളോട് ഞാൻ പറഞ്ഞിരുന്നു, നേരത്തെ ഞാൻ പറഞ്ഞിരുന്നു നിങ്ങളോട്, നമ്മൾ അറ്റോമിക് സൈസും അയണൈസേഷൻ എന്താൽപ്പിയും റിലേറ്റഡ് ആണ്. അയോണൈസേഷൻ എന്താൽപ്പി കൂടുമ്പോൾ, അറ്റോമിക് സൈസ് കൂടുമ്പോൾ അയണൈസേഷൻ എന്താൽപ്പി കുറയുന്നു. അറ്റോമിക് സൈസ് കുറയുമ്പോൾ അയണൈസേഷൻ എന്താൽപ്പി കൂടുന്നു. ഓക്കെ, അങ്ങനെയാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞിരുന്നു ലെഫ്റ്റ് ടു റൈറ്റ് പീരിയോഡിക് ടേബിളിൽ നമ്മൾ ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലേക്ക് പോകുമ്പോൾ ഇടത്ത് നിന്ന് വലത്തോട്ട് പോകും. പീരിയോഡിക് ടേബിള് നിങ്ങൾ ഞാൻ ഫസ്റ്റ് സ്ലൈഡ് എടുത്തില്ലേ? ഓക്കെ, പീരിയോഡിക് ടേബിൾ ഓൾറെഡി എല്ലാവർക്കും അറിയുന്നതാണ്. ഓക്കെ, സോ നമ്മൾ ഇടത്ത് നിന്ന് വലത്തോട്ട് പോകുമ്പോൾ, പീരിയോഡിക് ടേബിളിൽ നിന്ന് ഇടത്ത് നിന്ന് വലത്തോട്ട് പോകുമ്പോൾ ഇങ്ങനെ പറയാം, ഹൈഡ്രജൻ ഉണ്ട്, മുകളിൽ ഹീലിയം ഇവിടെ ഉണ്ട്, താഴെ ലിഥിയം, ബെറിലിയം. ഓക്കെ, ഇവിടെ ആരാളുള്ള ഡി ബ്ലോക്ക് അല്ലെങ്കിൽ ട്രാൻസിഷൻ എലമെന്റ് നമ്മൾ ആദ്യം പറഞ്ഞു. പിന്നെ ഇവിടെ ആണെങ്കിലോ ഹൈഡ്രജൻ, ലിഥിയം, ബെറിലിയം, ബോറോൺ, കാർബൺ, ഹൈഡ്രോ ഓക്സൈഡ്, ഫ്ലൂറിൻ, ഇങ്ങനെ വരും, നിയോൺ വരെ വരും. ഓക്കെ, സോ ഇടത്ത് നിന്ന് വലത്തോട്ട് ഇപ്പൊ ഓക്കെ ആണല്ലോ? ഓക്കെ, സോ ലെഫ്റ്റ് നിന്ന് റൈറ്റിലേക്ക് പോകുമ്പോൾ നമ്മുടെ ആറ്റത്തിന്റെ വലിപ്പം കൂടുമോ കുറയുമോ? കുറയുകയാണ് ചെയ്യുക. ഇങ്ങനെ കുറഞ്ഞു വരും. ഓക്കെ, ഇവിടെ ലിഥിയത്തിനായിരിക്കും സൈസ് കൂടുതൽ. ഇതാ നിയോൺ എത്തുമ്പോഴേക്കും ഇവൻ ഇങ്ങനെയോ, ഇതായിരിക്കും ലിഥിയം. ഓക്കെ, അപ്പം ഇടത്ത് നിന്ന് വലത്തോട്ടേക്ക് പോകുമ്പോൾ സൈസ് കുറയുന്നു. ഇടത്ത് നിന്ന് വലത്തോട്ട് പോകുമ്പോൾ സൈസ് കുറയുന്നു. പക്ഷേ നമ്മൾ മുകളിൽ നിന്ന് താഴോട്ട് വരുമ്പോൾ എന്ത്? അറ്റോമിക് സൈസ് കൂടുന്നു. ഓക്കെ, അറ്റോമിക് സൈസ് കൂടുന്നു. അപ്പം ആറ്റത്തിന്റെ വലുപ്പം, അങ്ങനെ അറ്റോമിക് സൈസ് ഒന്നും നിങ്ങൾ പഠിക്കണ്ട. ആറ്റത്തിന്റെ വലുപ്പം കൂടുന്നു കുറയുന്നു അങ്ങനെ പഠിച്ചു. ഇടത്ത് നിന്ന് വലത്തോട്ട് വരുമ്പോൾ ആറ്റത്തിന്റെ വലുപ്പം കുറയുന്നു. ഓക്കെ, ഇവിടുന്ന് ഇവിടേക്ക് എത്തുമ്പോൾ ഇതിങ്ങനെ കുറഞ്ഞു വരും. ഇനി മുകളിൽ നിന്ന് വരുമ്പോൾ ഇവിടുന്ന് വലുത്, ഇവിടുന്ന് അതിനെക്കാട്ടിലും വലുത്, ഏറ്റവും താഴെ എത്തുമ്പോൾ വലുതായിരിക്കും. ഓക്കെ, ഫ്രാൻസിയം, ആദ്യത്തെ ഗ്രൂപ്പിലുള്ള ഫ്രാൻസിയം നോക്കുകയാണെങ്കിൽ അതായിരിക്കും ഏറ്റവും വലുത്. ഓക്കെ, ആദ്യത്തെ ഗ്രൂപ്പ് എന്ന് ഞാൻ പറയുമ്പോൾ ലിഥിയം, സോഡിയം, പൊട്ടാസ്യം, റുബീഡിയം, സീഷ്യം, ഫ്രാൻസിയം, അങ്ങനെയാണ് പറയുക ആദ്യത്തെ ഗ്രൂപ്പിൽ. അപ്പൊ ഫ്രാൻസിയം ആയിരിക്കും ഏറ്റവും വലുത്. ഓക്കെ, ഞാൻ നിങ്ങളോട് പറഞ്ഞു അപ്പൊ അറ്റോമിക് സൈസ് കൂടുമ്പോൾ അയണൈസേഷൻ എന്താൽപ്പി കുറയുന്നു എന്ന് പറഞ്ഞു. അങ്ങനെയാണ് നിങ്ങൾ ഇതേപോലെ പറഞ്ഞു. ഞാൻ പറഞ്ഞു ലെഫ്റ്റ് ടു റൈറ്റ് അറ്റോമിക് സൈസ് കുറയുന്നു, അങ്ങനെയാണ് അയണൈസേഷൻ എന്താൽപ്പി കൂടുന്നു. ഓക്കെ, ഈ ആറ്റത്തിൽ നിന്ന് ഔട്ടർ മോസ്റ്റിലുള്ള ഒരു ഇലക്ട്രോണെ അടർത്തി മാറ്റാനുള്ള ആ ഒരു എനർജിയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? അയോണൈസേഷൻ എന്താൽപ്പിയാണ്, അല്ലെങ്കിൽ അയോണൈസേഷൻ എനർജി എന്ന് പറയുന്നത്. അങ്ങനെയാണ് ഫ്രാൻസ് എന്ന് പറഞ്ഞ വലിയൊരാളാണ്. ഇവരിൽ നിന്ന് പുറമെ ഒരു ഇലക്ട്രോൺ ഉണ്ട്, ഇവനെ അടർത്തി മാറ്റം വളരെ സിമ്പിളാണ്. കാരണം ന്യൂക്ലിയസ് പിടിച്ചു വെക്കുന്ന ശക്തി കുറവായിരിക്കും, കാരണം വലിയ ആളല്ലേ. പക്ഷെ ലിഥിയം എന്ന് പറയുന്നത് ചെറിയൊരാളാണ്. അപ്പം ഇവിടെ നിന്ന് ഈ ഒരു ആറ്റത്തിൽ നിന്ന് ഇലക്ട്രോണിനെ അടർത്തി മാറ്റാൻ വളരെ ബുദ്ധിമുട്ടായിരിക്കും, കാരണം ന്യൂക്ലിയസ് ഇവനെ വലിച്ചു പിടിക്കുകയാണ്. ഓക്കെ ആണല്ലോ? ഈ ഒരു ഐഡിയ ആണ് നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ടത്. സോ ഇടത്ത് നിന്ന് വലത്തോട്ട് പോകുമ്പോൾ അറ്റോമിക് സൈസ് കുറയുന്നു, അയണൈസേഷൻ എന്താൽപ്പി കൂടുന്നു, കാരണം വലുപ്പം കുറയുന്നു, ന്യൂക്ലിയസിന്റെ അട്രാക്ഷൻ കൂടുന്നു, അതുവഴി നമ്മൾ എനർജി ഒരുപാട് കൊടുക്കണം. പിന്നെ മുകളിൽ നിന്ന് താഴോട്ട് വരുമ്പോൾ അറ്റോമിക് സൈസ് കൂടുന്നു. ഓക്കെ, ക്ലിയർ ആണെന്ന് കരുതുന്നു. അങ്ങനെയാണ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദാറ്റ് ഈസ്
Write any two difference between primary cell and secondary cell. Primary cellന്റെയും secondary cellന്റെയും മൂന്ന് പോയിന്റ്സ് എഴുതാൻ, അവരെ ഡിഫറൻസ് എഴുതാനാ പറഞ്ഞത്. ഓക്കെ, പ്രൈമറി സെൽ എന്ന് പറഞ്ഞാൽ എന്താ? സാധാരണ ബാറ്ററീസ് നമ്മൾ നമ്മുടെ വാച്ചിലും റിമോട്ടിലും ഒക്കെ ഉപയോഗിക്കുന്ന സ്റ്റോറേജ് ആയിട്ട് ഉപയോഗിക്കുന്ന ബാറ്ററീസ് ആണ് പ്രൈമറി സെൽ. സെക്കൻഡറി സെല്ലുകൾ എന്ന് പറഞ്ഞാൽ നമുക്ക് വീണ്ടും റീചാർജ് ചെയ്യാൻ പറ്റുന്ന ബാറ്ററീസ്. ഇപ്പൊ നമ്മുടെ മൊബൈൽ ഫോണിലുള്ള നമുക്ക് വീണ്ടും റീചാർജ് ചെയ്തൂടെ? ഇൻവേർട്ടേഴ്സ്, കാറിലുള്ള ബാറ്ററീസ്, ഇതൊക്കെ നമുക്ക് വീണ്ടും റീചാർജ് ചെയ്യാം. ഇപ്പൊ നമ്മുടെ വാച്ചിലുള്ള ബാറ്ററി തീർന്നാൽ നമ്മൾ വീണ്ടും പഴയത് മാറ്റിയിട്ട് പുതിയതാക്കുകയല്ലേ ചെയ്യാം. റിമോട്ട് ബാറ്ററീസും അതേപോലെ നമ്മൾ പുതിയ ബാറ്ററീസ് വാങ്ങുക ചെയ്യാം. ഓക്കെ, ഇത്രയുള്ള ഡിഫറൻസ്. ഇനി എന്തൊക്കെയാ? കനോട്ട് ബി റീചാർജ്ഡ് ഓർ റീയൂസ്ഡ് പ്രൈമറി സെൽ നമ്മൾ പറഞ്ഞു. ഇനി ക്യാൻ ബി റീചാർജ് ഓർ റീയൂസ്ഡ് പറയാലോ. സിമ്പിൾ പോയിന്റ്, റീചാർജ് ചെയ്യുക, റീയൂസ് ചെയ്യുക. ഇവിടെ ആകുമ്പോ റീചാർജ് ചെയ്യാൻ പറ്റില്ല, റീയൂസ് ചെയ്യാൻ പറ്റില്ല. ഇനി സെൽ റിയാക്ഷൻ കനോട്ട് ബി റിവേഴ്സ്ഡ്. ഇവിടെയാണ് സെൽ റിയാക്ഷൻ റിവേഴ്സ് ചെയ്യാൻ പറ്റും. ഈ സെൽ റിയാക്ഷൻ റിവേഴ്സ് ചെയ്യാൻ പറ്റുന്നതുകൊണ്ടാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നത്? വീണ്ടും ഇതിനെ റീചാർജ് ചെയ്യാൻ പറ്റുന്നത്. അതാണ് സെക്കൻഡറി സെല്ലിന്റെ പ്രത്യേകത. സെക്കൻഡറി സെല്ലിനെ നമുക്ക് വീണ്ടും എന്ത് ചെയ്യാൻ പറ്റും? റീചാർജ് ചെയ്യാൻ പറ്റും. അതുകൊണ്ടാണ് ആ റിയാക്ഷൻ നമുക്ക് വീണ്ടും റിവേഴ്സ് ചെയ്യാൻ പറ്റുന്നതുകൊണ്ടാണ് വീണ്ടും റീചാർജ് ചെയ്യാൻ പറ്റുന്നത്. ഓക്കെ, ഇനി പ്രൈമറി സെല്ലിന് എക്സാമ്പിൾ ഡ്രൈ സെൽ, മെർക്കുറി സെൽ. സെക്കൻഡറി സെല്ലിന് ലെഡ് സ്റ്റോറേജ് സെൽ, നിക്കൽ കാഡ്മിയം സെൽ. ഇത് ഏത് ചാപ്റ്ററാ? ഇലക്ട്രോ കെമിസ്ട്രി എന്ന ചാപ്റ്റർ അല്ലേ? ഓക്കെ, സിമ്പിൾ ചാപ്റ്റർ ആണ്. ഓക്കെ, റിഡോക്സ് റിയാക്ഷൻ, റിയാക്ഷൻസിന്റെ ചാപ്റ്റേഴ്സ് ആണ്. ഓക്കെ ആണല്ലോ. ഇനി വാട്ട് ഈസ് കൊറോഷൻ? കൊറോഷൻ എന്ന് പറഞ്ഞാൽ എന്താ? തുരുമ്പ് പിടിക്കാന്നൊക്കെ പറയും. റസ്റ്റിംഗ് എന്ന് പറയും, റസ്റ്റിംഗ് ഓഫ് അയോൺ എന്നൊക്കെ പറയും. ഓക്കെ, ഇരുമ്പ് തുരുമ്പ് പിടിക്കാന്നൊക്കെ പറയില്ല നമ്മള്. ഓക്കെ, റൈറ്റ്. എനി ടു മെത്തേഡ്സ് ടു പ്രിവെന്റ് ദ കൊറോഷൻ. ഇത് പ്രീവിയസ് ഇയർ ഒരുപാട് ചോദിച്ച ക്വസ്റ്റ്യൻസ് ആണ്. നോക്കാം. ഇറ്റ് ഈസ് എ ഫോർമേഷൻ ഓഫ് എൻ ഓക്സൈഡ്. ശരിക്കും തുരുമ്പ് എന്ന് പറഞ്ഞാൽ ഒരു ഓക്സൈഡാ. ഓക്കെ, or other compound of metal on its surface by the reaction of air. വായു ആയിട്ടുള്ള റിയാക്ഷൻ. വായു മീൻസ് ആക്ച്വലി ഓക്സിജനുമായിട്ടുള്ള റിയാക്ഷൻ. അങ്ങനെ ഒരു ഓക്സൈഡ് ഫോം ചെയ്യും. ആൻഡ് വാട്ടർ വേപ്പർ, കാർബൺ ഡൈ ഓക്സൈഡ് ഒക്കെ ആയിട്ടുള്ള റിയാക്ഷൻ. ഇനി ഈ റസ്റ്റിംഗ് നമുക്ക് എങ്ങനെ കുറയ്ക്കാൻ പറ്റും? നമ്മൾ തുരുമ്പ് പിടിക്കാൻ നമ്മൾ എന്താ ചെയ്യുക? ഇരുമ്പിൽ നമ്മൾ പെയിന്റ് അടിക്കും. എന്തിനു വേണ്ടി? റസ്റ്റിംഗ് നമ്മൾ അവിടെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, പെയിന്റ് അടിക്കുന്നതിലൂടെ അതേപോലെ വാർണിഷ് ചെയ്യുന്നതിലൂടെ ഒക്കെ അവിടെ ഓക്സൈഡുമായിട്ടുള്ള നമ്മൾ ഈ അന്തരീക്ഷത്തിലുള്ള വായുമായിട്ടുള്ള അവരുമായിട്ടുള്ള ആ ഒരു ബന്ധം നമ്മൾ ഇല്ലാതാക്കുക ചെയ്യുന്നു. അതുവഴി അവിടെ ഉണ്ടാകുന്ന ആ ഒരു കെമിക്കൽ റിയാക്ഷൻ നമുക്ക് എന്ത് തടയാൻ പറ്റും. ഓക്കെ, അങ്ങനെയാണ് നമ്മൾ ഇവിടെ റസ്റ്റിംഗ് അവിടെ നമ്മൾ ഇല്ലാതാക്കുന്നത്. ഓക്കെ, സോ കോട്ടിംഗ് ദ മെറ്റൽ സർഫേസ് വിത്ത് പെയിന്റ് ആൻഡ് വാർണിഷ്. ഇനി കോട്ടിംഗ് വിത്ത് ആന്റി റസ്റ്റ് സൊല്യൂഷൻ. അങ്ങനെയുള്ള സൊല്യൂഷൻസ് നമുക്ക് അവൈലബിൾ ആണ്. സോ ആന്റി റസ്റ്റിംഗ് സൊല്യൂഷൻസ് വെച്ചിട്ടും പെയിന്റ് വെച്ചിട്ടും വാർണിഷ് വെച്ചിട്ടൊക്കെ നമുക്ക് ഈ ഒരു കൊറോഷൻ തടയാൻ പറ്റും. ഓക്കെ, കൊറോഷൻ അല്ലെങ്കിൽ റസ്റ്റിംഗ് ഓഫ് അയൺ നമുക്ക് തടയാൻ വേണ്ടി സാധിക്കും. ഓക്കെ ആണല്ലോ. സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ലൂക്കാസ് റിയേജന്റ്? ലൂക്കാസ് റിയേജന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ലൂക്കാസ് റിയേജന്റ് എന്ന് പറഞ്ഞാൽ എന്താ? ആൻഡ് ഹൗ ദിസ് റിയേജന്റ് ഹെൽപ്പ് ടു ഡിസ്റ്റിംഗ്വിഷ് പ്രൈമറി, സെക്കൻഡറി ആൻഡ് ടെർഷ്യറി ആൽക്കോൾ. നമ്മൾ ഇതേപോലെ ഒരു ടെസ്റ്റ് പറഞ്ഞു, ഇൻസ്പെർഗ് ടെസ്റ്റ്. C6H5SO2Cl, ബെൻസോണിൽ സൾഫോണൈൽ ക്ലോറൈഡ്. ഓക്കെ, വെരി വെരി ഇമ്പോർട്ടന്റ് ആണ് ഈ റിയാക്ഷൻസ്. ഓക്കെ, ഡിസ്റ്റിങ്ഷൻ ടെസ്റ്റ് ഉറപ്പായിട്ടും പ്രീവിയസ് ഇയർ നിങ്ങൾ നോക്കിയ ചാപ്റ്റേഴ്സ് നോക്കിയ ഒരുപാട് ക്വസ്റ്റ്യൻസ് തന്നെ കാണാൻ പറ്റും. ഓക്കെ, ഈ ലൂക്കാസ് റിയേജന്റ് എന്താ? They are mixture of concentrated HCl and anhydrous zinc chloride. ഇത് രണ്ടിന്റെ മിക്സർ ആണ് നമ്മുടെ ലൂക്കാസ് റിയേജന്റ്. ഓക്കെ ആണല്ലോ. സോ ഇറ്റ് ഈസ് എ മിക്സർ ഓഫ് കോൺസെൻട്രേറ്റഡ് ഹൈഡ്രോക്ലോറിക് ആസിഡ് ആൻഡ് സിങ്ക് ക്ലോറൈഡ്. ഓക്കെ, ആൻഡ് ലൂക്കാസ് ടെസ്റ്റ് tertiary alcohol react with the ലൂക്കാസ് റിയേജന്റ് and form immediate turbidity. ഞാൻ നിങ്ങളോട് പറഞ്ഞു ലൂക്കാസ് റിയേജന്റ് മറ്റേടത്താണെങ്കിൽ ഇൻസ്ബർഗ്സ് റിയേജന്റിലാണെങ്കിൽ ടേർഷ്യറിയിൽ നോ റിയാക്ഷൻ. ഇവിടെയാണെങ്കിൽ ടേർഷ്യറിയിലാണെങ്കിൽ ടർബിഡിറ്റി നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. സെക്കൻഡറിയിലാകുമ്പോൾ 5 മിനിറ്റിന് ശേഷമായിരുന്നു ടർബിഡിറ്റി കാണാൻ വേണ്ടി സാധിക്കാം. ഞാൻ പെട്ടെന്ന് പറഞ്ഞു പോവാണ്, നമുക്ക് ടൈം ലിമിറ്റേഷൻസ് ഉണ്ട്. ഓക്കെ, ഇനി പ്രൈമറിയിലേക്ക് വരുമ്പോൾ അവിടെ ടർബിഡിറ്റി ഇല്ല. നേരെ തിരിച്ച് നമ്മൾ ഇൻസ്പെർഗ്സ് റിയേജന്റിൽ എന്തൊക്കെയായിരുന്നു പറഞ്ഞാൽ അതിന് നേരെ ഓപ്പോസിറ്റ് അവിടെ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നത്. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് റിലേറ്റ് ചെയ്ത് പഠിക്കാമെന്ന് ഞാൻ പറഞ്ഞിരുന്നു. ഓക്കെ, അപ്പൊ ഇത് വെരി വെരി ഇമ്പോർട്ടന്റ് ആണ്. ഈ രണ്ട് ക്വസ്റ്റ്യനും ഇൻസ്പെർഗ്സും ലൂക്കാസ് റിയേജന്റും എപ്പോഴും പരീക്ഷ ചോദിക്കുന്നതാണ്. സോ നമ്മുടെ ടേർഷ്യറി ആണ് ടർബിഡിറ്റി തരിക. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, എക്സ്പ്ലെയിൻ ദ മാനുഫാക്ചർ ഓഫ് എത്തനോൾ ഫ്രം മൊളാഷസ് ഓർ കെയിൻ ഷുഗർ. 5 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ്, വെരി വെരി ഇമ്പോർട്ടന്റ്.
5 മാർക്ക് ക്വസ്റ്റ്യൻ ആണ്. 5 മാർക്ക് ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ ആണല്ലോ. എക്സ്പ്ലെയിൻ ദ മാനുഫാക്ചർ ഓഫ് എത്തനോൾ ഫ്രം മൊളാഷസ് ഓർ കെയിൻ ഷുഗർ. ഓക്കെ, എങ്ങനെയാണ് നമ്മൾ എത്തനോൾ നിർമ്മിക്കുന്നത്? എത്തനോൾ ജനറലി നമ്മൾ നിർമ്മിക്കുന്നത് മൊളാഷസിൽ നിന്ന് അല്ലെങ്കിൽ കെയിൻ ഷുഗറിൽ നിന്ന്. ഓക്കെ, എത്തനോൾ ഈസ് മാനുഫാക്ചർ ഫ്രം ദി ഫെർമെന്റേഷൻ. ഫെർമെന്റേഷൻ എന്ന് പറഞ്ഞ പ്രോസസ്സിലൂടെയാണ് നമ്മൾ എത്തനോൾ നിർമ്മിക്കുന്നത്. എത്തനോൾ നിർമ്മിക്കുന്നത് മൊളാഷസ് ഓഫ് കെയിൻ ഷുഗറിൽ നിന്ന്. ഓക്കെ ആണല്ലോ. നമ്മൾ ഈ കരിമ്പിൽ നിന്ന് പഞ്ചസാര എടുത്തിട്ട് അതിന്റെ ബാക്കി വരുന്ന അവശിഷ്ടം, ആ ഒരു വേസ്റ്റിൽ നിന്നാണ് നമ്മൾ ആക്ച്വലി അതിനെ ഫെർമെന്റ് ചെയ്തിട്ടാണ് എത്തനോൾ നിർമ്മിക്കുന്നത്. ഓക്കെ, ദ ഷുഗർ ഇൻ മൊളാഷസ് ഈസ് കൺവേർട്ടഡ് ടു ഗ്ലൂക്കോസ് ആൻഡ് ഫ്രക്ടോസ്. ഇതെന്തൊക്കെയായി മാറുന്നു? ഗ്ലൂക്കോസ് ആയി മാറുന്നു, ഫ്രക്ടോസ് ആയി മാറുന്നു. ഇൻ ദ പ്രസൻസ് ഓഫ് എൻസൈം ഇൻവെർട്ടേഴ്സ്, glucose and fructose undergo fermentation in the presence of another enzyme, zymase, to give ethanol and carbon dioxide. Okay, so sucrose plus H2O in the presence of invertase gives glucose plus fructose. Okay, so sucrose plus H2O in the presence of invertase. Invertase in the presence of എന്തൊക്കെയായി മാറുന്നു? ഗ്ലൂക്കോസ് ആയി മാറുന്നു, ഫ്രക്ടോസ് ആയി മാറുന്നു. ഓക്കെ, സോ ഈ ഗ്ലൂക്കോസിനെ നമ്മൾ വീണ്ടും സൈമേസ് എന്ന കാറ്റലിസ്റ്റുമായിട്ട് റിയാക്ട് ചെയ്തിട്ട് നമ്മൾ എത്തനോൾ ആക്കി മാറ്റുന്നു. 2 റിയാക്ഷൻ, 2 കാറ്റലിസ്റ്റ്. ആദ്യത്തെ കാറ്റലിസ്റ്റ് ആണ് ഇൻവെർട്ടേസ്, പിന്നത്തെയാണ് സൈമേസ്. ഇത് പലപ്പോഴും നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് 1 വേർഡ് ആയി ചോദിക്കാറുണ്ട്. ഈ എൻസൈംസ് വെച്ചിട്ട് ഇത് എ എന്ന് തരും, ഇത് ബി എന്ന് തരും. ഓക്കെ ആണല്ലോ. അപ്പൊ നിങ്ങൾ ഇത് മാറി മാറി പോകും. നിങ്ങൾ ഇൻവെർട്ടേഴ്സും സൈമേഴ്സും ഒക്കെ പഠിച്ചിട്ടുണ്ടോ? എങ്കിൽ കൂടിയും നിങ്ങൾക്ക് ആ ഒരു സമയത്ത്, ആ ഒരു ടെൻഷൻ സമയത്ത് നിങ്ങൾക്ക് ഇത് എഴുതാൻ പറ്റില്ല. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക? ഐ കഴിഞ്ഞിട്ടാണല്ലോ സെഡ് വരിക. അങ്ങനെ ഓർത്താൽ മതി. നമ്മൾ ആൽഫബറ്റിക് ഓർഡറിൽ ABCDEFG അങ്ങനെ പറയുമ്പോൾ ഐ കഴിഞ്ഞിട്ടാണല്ലോ സെഡ് വരിക. അപ്പൊ ഇൻവെർട്ടേഴ്സ് കഴിഞ്ഞിട്ടാണ് സൈമേഴ്സ് വരിക. അങ്ങനെ ഓർത്തു വെക്കാം. ഓക്കെ, സോ ഇതാ ഇനി വലിയ C6H2 C12H22O11 C12H22O11 നമ്മൾ എന്താക്കി മാറ്റുന്നു? ചെറിയ C2H5OH ആക്കി മാറ്റുന്നു. C12H22O11 നിന്ന് നമ്മൾ എന്താക്കി മാറ്റുന്നു? C2H5OH ആക്കി മാറ്റുന്നു. ഓക്കെ ആണല്ലോ. C12H22O11 നമ്മൾ എന്താക്കി മാറ്റുന്നു? C2H5OH ആക്കി മാറ്റുന്നു. അതായത് ഈ സൂക്രോസ് നിന്ന് നമ്മൾ എന്താക്കി മാറ്റുന്നു? എത്തനോൾ ആക്കി മാറ്റുന്നു. ഓക്കെ, അത് നിങ്ങൾ ഓർത്ത് വെക്കുക. അപ്പൊ വലിയൊരു ഫോം C12H22O11, വലിയ കാർബൺ, വലിയ ഓക്സിജൻ, വലിയ ഹൈഡ്രജൻ, അതിൽ നിന്ന് നമ്മൾ ചെറിയ രീതിയിൽ ഒരു ഫോർമാറ്റ് ആക്കുന്നു. C2H5OH, ദാറ്റ് ഈസ് എത്തനോൾ. ഓക്കെ ആണല്ലോ. അതിൽ നിന്നും ഗ്ലൂക്കോസ് ആക്കി മാറ്റുന്നു. പിന്നീട് ഗ്ലൂക്കോസിൽ നിന്നും അതിനും ചെറുതായിട്ടുള്ള C2H5OH ആക്കി മാറ്റുന്നു. ആ ഒരു റിയാക്ഷൻ നിങ്ങളൊന്ന് ഓർത്ത് വെക്കുക. ഓക്കെ, വെരി വെരി ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻ 5 മാർക്കിന് ചോദിച്ചാൽ നിങ്ങൾ എന്ത് എഴുതും വേണം? ഈ റിയാക്ഷൻ എഴുതണം. അതിൽ ഈ കാറ്റലിസ്റ്റും ഉണ്ടായിരിക്കണം. സൂക്രോസ് ടു ഗ്ലൂക്കോസ്, ഗ്ലൂക്കോസും ഫ്രക്ടോസും അങ്ങനെ പറയണം. സൂക്രോസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ സാധാരണ പഞ്ചസാരയുടെ മോളിക്കുലർ ഫോമിലാണ് C12H22O11. ഇത് നമ്മൾ എന്തൊക്കെയാക്കി മാറ്റുന്നു? ഗ്ലൂക്കോസും ഫ്രക്ടോസും ആക്കി മാറ്റുന്നു. ഈ ഗ്ലൂക്കോസ് നമ്മൾ സൈമേസുമായിട്ട് റിയാക്ട് ചെയ്ത് എത്തനോൾ ആക്കി മാറ്റുന്നു. എത്തനോളും 2 കാർബൺ ഡൈ ഓക്സൈഡും ആക്കി മാറ്റുന്നു. ഓക്കെ ആണല്ലോ. സോ നമ്മൾ ഏറെക്കുറെ എല്ലാ ചാപ്റ്റേഴ്സിൽ നിന്നും തന്നെ ക്വസ്റ്റ്യൻസ് ഇൻക്ലൂഡ് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. എല്ലാ ബ്ലോക്കിൽ നിന്നും, ചാപ്റ്റേഴ്സിൽ നിന്നും, ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ബ്ലോക്കിൽ നിന്ന് നമ്മൾ മാക്സിമം ക്വസ്റ്റ്യൻസ് ഇൻക്ലൂഡ് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. മാക്സിമം ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് അറിയാലോ എവിടുന്നാ വരുന്നത്? നമ്മുടെ ഓർഗാനിക് കെമിസ്ട്രി എന്ന ഭാഗത്ത് നിന്നാണ് വരുന്നത്. ഓക്കെ, സോ ഈ ഓർഗാനിക് കെമിസ്ട്രി എന്ന ഭാഗത്ത് നിന്ന് പ്രീവിയസ് ഇയറിൽ ഏറ്റവും കൂടുതൽ ചോദിച്ച ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ തന്നെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ്. ഓക്കെ, അതാണ് നമ്മൾ മെയിൻലി ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. സോ നമ്മൾ ഏറെക്കുറെ എല്ലാ ക്വസ്റ്റ്യൻസും നമ്മൾ ചെയ്തിട്ടുണ്ട്. 1 വേർഡ് ആയിട്ടും അതേപോലെ ഷോർട്ട് ആൻസർ, വെരി ഷോർട്ട് ആൻസർ ടൈപ്പ്, ലോങ് ആൻസർ ഇപ്പൊ ചെയ്തു. അപ്പം എല്ലാതും നിങ്ങൾക്ക് നല്ല രീതിയിൽ നിങ്ങൾ എന്ത് ചെയ്യുക? ഉപയോഗപ്പെടുത്തുക. നിങ്ങളുടെ പ്രിപ്പറേഷൻ ഒക്കെ നല്ല രീതിയിൽ കൊണ്ടുപോവുക. ഓക്കെ ആണല്ലോ. സോ താങ്ക് യു ഓൾ. മറ്റൊരു സെക്ഷനായിട്ട് കാണാം.